ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ചാർജ് ഓഫ് 4 മൈക്രോ കൂളം ഈസ് ടു ബി ഡിവൈഡഡ് ഇൻറ്റു 2. നമ്മളതിൽ 4 മൈക്രോ കൂളം ചാർജ് ഉണ്ട്, അതിന് നമുക്ക് 2 കഷ്ണമാക്കണം. എന്നിട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഡിവൈഡഡ് ചാർജസ് ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെ 2 കഷ്ണമാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയ ചെയ്യണത്, ഒരു കഷ്ണം എക്സ് ആണെങ്കിൽ മറ്റേ കഷ്ണം എത്രയായിരിക്കും? 4 - x ആയിരിക്കും. അപ്പോൾ ഞാൻ 2 കഷ്ണമാക്കി ഇവിടെ. ഇനി പറയുന്നത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇതിനെ ഞാൻ ഇനി മാറ്റുന്നില്ല, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി വായിക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിവൈഡഡ് ചാർജസ്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ഈ ഡിവൈഡ് ചെയ്ത ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് മാക്സിമം. ഇവർക്കിടയിലുള്ള ഫോഴ്സ് മാക്സിമം ആകണമെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ക്ലിയർ? സോ ഇവിടെ തൽക്കാലം നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ വാല്യൂ എന്താ? K × Q1 Q2/r². അല്ലേ? ഇതാണ് നമ്മുടെ Q1, ഇതാണ് Q2. Q1 Q2 എന്ന് പറയുമ്പോൾ x × 4 - x എന്ന് പറയുമ്പോൾ 4x - x². Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. സോ ഇതാണ് ഇവർക്കിടയിലുള്ള ഫോഴ്സ്. യെസ് ഓർ നോ? ഈ ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാവണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം ആവണം. ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് =0 എന്ന് ഇട്ട് കൊടുക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫോഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dF/dx ഇവിടെ K/r² കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 4xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടി. പിന്നെ -x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് =0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ K/r² അപ്പുറത്തേക്ക് പോയി, ശരി, അത് 0 ആയിട്ട് പോയി. ബാക്കി 4 = 2x എന്ന് കിട്ടി. x എന്ത് കിട്ടി? x = 4/2, ദാറ്റ് ഈസ് 2. എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. അതായത് നമ്മൾ ഇവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈ x എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും? 4 - 2, അതായത് ഇതും 2 ആയിരിക്കണം. സോ 2 ചാർജുകളെ 4നെ എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത്? 2 മൈക്രോ കൂളം 2 മൈക്രോ കൂളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവർക്കിടയിലുള്ള ഫോഴ്സ് മാക്സിമം. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ.